സാങ്കേതിക വിദ്യയുടെ അതിവേഗത്തിലുള്ള പുരോഗതി നമ്മുടെ ദിനചര്യകളെയും ജീവിത രീതികളെയും അവിശ്വസനീയമാം വിധം മാറ്റിമറിച്ചിട്ടുണ്ട്. വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാകുകയും വിനോദങ്ങളും ആശയവിനിമയങ്ങളും നിമിഷ നേരം കൊണ്ട് സാധ്യമാകുകയും ചെയ്യുന്ന ഈ പുതിയ കാലത്ത് നാം പലതും നേടിയെങ്കിലും പ്രധാനപ്പെട്ട ഒന്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്: മനുഷ്യർ തമ്മിലുള്ള ബന്ധം. മുൻപൊങ്ങുമില്ലാത്ത വിധം നാം ലോകത്തിന്റെ ഏതു കോണിലുള്ളവരുമായും ഡിജിറ്റലായി ബന്ധപ്പെടുന്നുണ്ടെങ്കിലും സ്വന്തം വീടിനുള്ളിൽ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ വസിക്കുന്ന പ്രിയപ്പെട്ടവരിൽ നിന്ന് ഏറെ അകലെയാണെന്നതാണ് യാഥാർത്ഥ്യം. ഒരേ മുറിയിൽ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരേ മേശപ്പുറത്ത് ഭക്ഷണം കഴിക്കുമ്പോഴും തങ്ങളുടെ സ്മാർട്ട് ഫോൺ സ്ക്രീനുകളിലേക്ക് നോക്കി സമയം ചെലവഴിക്കുന്ന കാഴ്ച ഇന്ന് അപൂർവമല്ല. ഡിജിറ്റൽ ലോകത്തെ മറ്റുള്ളവരെ രസിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അവിടുത്തെ വിശേഷങ്ങൾ അറിയുന്നതിനോ വേണ്ടി സ്വന്തം പ്രിയപ്പെട്ടവരുടെ മുന്നിൽ മോശമായി പെരുമാറുന്നതും ശ്രദ്ധ നൽകാതിരിക്കുന്നതും ഒരു സംസ്കാരമായി മാറുകയാണ്. ശരിക്കും പറഞ്ഞാൽ നാം ആരും ഇന്ന് യഥാർത്ഥത്തിൽ ഓഫ്ലൈൻ അല്ലെന്ന യാഥാർത്ഥ്യമാണ് നമ്മെ ഈ നിശബ്ദ ദുരന്തത്തിലേക്ക് തള്ളിയിടുന്നത്. ആധുനിക മനഃശാസ്ത്രത്തിലും ബന്ധങ്ങളെക്കുറിച്ചുള്ള ഗവേഷണങ്ങളിലും ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് പദങ്ങളാണ് ടെക്നോഫറൻസ്, ഹബ്ബിംഗ് എന്നിവ. ഒപ്പമുള്ള വ്യക്തിയെ അവഗണിച്ച് അല്ലെങ്കിൽ ഗൗനിക്കാതെ ഫോണിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആളുകളെ അവഗണിക്കുന്ന രീതിയാണ് ഹബ്ബിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു കാലത്ത് ഫോൺ വിളികൾക്കും മെസ്സേജുകൾക്കും മാത്രമായി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ഇന്ന് ആപ്ലിക്കേഷനുകളുടെയും സോഷ്യൽ മീഡിയ റീലുകളുടെയും അനന്തമായ ലോകമായി മാറി. ഒരിടത്ത് തന്നെ കഴിയുന്ന മനുഷ്യരിൽ ഒരാളെങ്കിലും ടെക്നോളജിക്ക് തീവ്രമായി അടിമപ്പെടുമ്പോൾ അവർക്കിടയിലെ സ്നേഹബന്ധത്തിൻ്റെ ആഴം കുറയുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യയിലെ ദമ്പതികൾക്കിടയിലും ഈ പ്രശ്നം വളരെ ഗുരുതരമാണ്. ജോലിയിലെയും വ്യക്തി ജീവിതത്തിലെയും മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും വൈകാരികമായ പിരിമുറുക്കങ്ങളിൽ നിന്നും താൽക്കാലികമായി രക്ഷപ്പെടാൻ പലരും ആശ്രയിക്കുന്നത് സ്മാർട്ട് ഫോണുകളെയാണ്. എന്നാൽ പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാനുള്ള ഈ എളുപ്പ വഴി ദാമ്പത്യ ബന്ധത്തിൽ അതിനേക്കാൾ വലിയ സങ്കീർണതകൾ സൃഷ്ടിക്കുന്നു. പങ്കാളി അരിയിലുണ്ടായിട്ടും അപരിചിതനെ പോലെ സ്വന്തം ഫോൺ സ്ക്രീനിലേക്ക് മാത്രം നോക്കിയിരിക്കുന്നത് ദാമ്പത്യത്തിൽ ഉണ്ടാക്കുന്ന അകൽച്ച ചെറുതല്ല. ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞരായ ജോൺ ഗോട്ട്മാനും ജൂലി ഗോട്ട്മാനും ദമ്പതികൾക്കിടയിൽ നടത്തിയ ദീർഘകാല പഠനങ്ങൾ ദാമ്പത്യത്തിലെ ഈ ഡിജിറ്റൽ അകൽച്ചയെക്കുറിച്ച് വളരെ കൃത്യമായ വെളിപ്പെടുത്തലുകൾ നൽകുന്നുണ്ട്. നല്ല പരസ്പര ബന്ധമുള്ള സന്തോഷകരമായ ദാമ്പത്യം നയിക്കുന്ന വ്യക്തികളിൽ പോലും പങ്കാളിയിൽ നിന്ന് ഇടയ്ക്കിടെ വൈകാരികമായ ഒറ്റപ്പെടൽ അനുഭവപ്പെടാം. ഓരോ വ്യക്തിയും ഭൗതികമായും വൈകാരികമായും തൻ്റെ പങ്കാളി തന്നെ പൂർണ്ണമായി മനസ്സിലാക്കണമെന്നും തനിക്ക് പ്രാധാന്യം നൽകണമെന്നും ആഗ്രഹിക്കുന്നു. മനഃശാസ്ത്രത്തിൽ ഇതിനെ വൈകാരികമായി തിരിഞ്ഞു നോട്ടങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. പങ്കാളി എന്തെങ്കിലും പറയുമ്പോഴോ സന്തോഷമോ സങ്കടമോ പങ്കുവയ്ക്കുമ്പോഴോ ഫോണിൽ നിന്ന് കണ്ണെടുക്കാതെ മൂളുകയോ അവഗണിക്കുകയോ ചെയ്യുമ്പോൾ ആ വൈകാരിക സന്ദേശം നിരസിക്കപ്പെടുകയാണ്. പണ്ടുകാലത്ത് ദമ്പതികൾക്കിടയിൽ വ്യക്തിപരമായ കാരണങ്ങളാൽ നേരിട്ടായിരുന്നു വഴക്കുകളെങ്കിൽ ഇന്നത് ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ടാണ്. അർദ്ധരാത്രി കഴിയും വരെ ആപ്പുകളിൽ സ്ക്രോൾ ചെയ്യുക, പരസ്പര സംഭാഷണത്തിനിടയിൽ മെസ്സേജുകൾ നോക്കുക, ഡിജിറ്റൽ ലോകത്തിനായി സ്വന്തം സമയം മാറ്റിവെക്കുക എന്നിവയെല്ലാം ഇന്ന് വീടുകളിൽ വലിയ വഴക്കുകൾക്ക് വഴിവെക്കുന്നു. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രത്യാഘാതം അസൂയയും അപകർഷതാബോധവുമാണ്. മറ്റുള്ളവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന തിളക്കമാർന്ന ചിത്രങ്ങളും ആഘോഷങ്ങളും ആഡംബര യാത്രകളും കാണുമ്പോൾ തങ്ങളുടെ ജീവിതം എവിടെയും എത്തിയില്ലെന്ന തെറ്റായ അരക്ഷിത ബോധം ആളുകളിൽ വളരുന്നു. ഈ അരക്ഷിതാവസ്ഥ ദാമ്പത്യത്തിലേക്കും പടരും. പങ്കാളി തന്നോട് സംസാരിക്കുന്നതിന് പകരം സ്മാർട്ട് ഫോണിലെ വർണ്ണശബളമായ ഡിജിറ്റൽ ലോകത്ത് ശ്രദ്ധ കൊടുക്കുമ്പോൾ തനിക്ക് പങ്കാളിയുടെ ജീവിതത്തിൽ സ്ഥാനമില്ലെന്നോ താൻ ഒഴിവാക്കപ്പെടുകയാണെന്നോ ഉള്ള തോന്നൽ സ്വാഭാവികമായും ഉണ്ടാകുന്നു. ഇതിനേക്കാൾ ഉപരി പങ്കാളി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ മറ്റാരുമായെങ്കിലും കൂടുതൽ സമയം ചിലവഴിക്കുന്നുണ്ടോ എന്ന സംശയവും അരക്ഷിതാവസ്ഥയും ഉടലെടുക്കാൻ ഇത് കാരണമാകുന്നു. സ്ക്രീനിൽ നോക്കുന്ന ഓരോ നിമിഷവും ഒപ്പമുള്ള വ്യക്തിയുടെ മാനസികമായ സാന്നിധ്യത്തെയാണ് നാം ഇല്ലാതാക്കുന്നത്. നേരിട്ടുള്ള സമ്പർക്കവും കണ്ണുകളിൽ നോക്കിയുള്ള സംഭാഷണങ്ങളും കുറയുമ്പോൾ വൈകാരികമായ അടുപ്പം ഇല്ലാതാവുകയും അതിനു പകരം സംശയവും അസൂയയും കുടിയേറുകയും ചെയ്യുന്നു. ഇന്നത്തെ തൊഴിൽ സംസ്കാരവും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള കൂട്ടുകെട്ട് കുടുംബജീവിതത്തിലെ സമാധാനം കെടുത്തുന്ന മറ്റൊരു ഘടകമാണ്.
ജോലിസ്ഥലത്തെ ഇമെയിലുകളും സന്ദേശങ്ങളും ഓഫീസിന് ശേഷവും വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നു. എപ്പോഴും ഓൺലൈൻ ആയിരിക്കുക എന്ന നിബന്ധന വ്യക്തികളെ മാനസികമായി തളർത്തുന്നു. വീട്ടിലെത്തിയാലും തൊഴിൽപരമായ കാര്യങ്ങളിലും സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷനുകളിലും മുഴുകിയിരിക്കുമ്പോൾ പങ്കാളിക്കും കുട്ടികൾക്കും നൽകേണ്ട സമയം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഓഫീസിലെ സമ്മർദ്ദത്തിൽ നിന്ന് ഒളിച്ചോടാൻ വീണ്ടും വിനോദ ആപ്പുകളെ ആശ്രയിക്കുന്നതോടെ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കും തങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയി എന്ന നിരാശ ഉണ്ടാകുന്നു. ടെക്നോളജി ജോലി എളുപ്പമാക്കിയെങ്കിലും അതിരുകളില്ലാത്ത ഉപയോഗം വീടുകളിലെ സമാധാനം ഇല്ലാതാക്കുന്ന അവസ്ഥയായി ഇന്ന് കാണുന്നു. ഏതൊരു ബന്ധത്തിലും പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അവയെ ആരോഗ്യകരമായ സംഭാഷണങ്ങളിലൂടെ പരിഹരിക്കുന്നതിന് പകരം ഫോണുകളിലേക്ക് ശ്രദ്ധ മാറ്റുന്നത് പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുകയുള്ളൂ. ആധുനിക ടെക്നോളജി ആപ്പുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ മനുഷ്യന്റെ തലച്ചോറിലെ ഡോപ്പമൈൻ എന്ന രാസവസ്തുവിനെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലാണ്. ഓരോ പുതിയ നോട്ടിഫിക്കേഷനും ലൈക്കും കമന്റും തലച്ചോറിന് ഒരു ചെറിയ സന്തോഷം നൽകുന്നു. യഥാർത്ഥ ജീവിതത്തിലെ പ്രയാസകരമായ സാഹചര്യങ്ങളെ നേരിടാൻ മടിക്കുന്നവർ ഈ ഡിജിറ്റൽ സന്തോഷത്തിലേക്ക് എളുപ്പത്തിൽ ആകൃഷ്ടരാകുന്നു. ഫോൺ ഒരു താൽക്കാലിക ആശ്വാസ കേന്ദ്രമായി മാറുമ്പോൾ യഥാർത്ഥ ജീവിതത്തിലെ മാനസിക സങ്കീർണതകളെയും ദാമ്പത്യ പ്രശ്നങ്ങളെയും അവർ അവഗണിക്കുന്നു. ഇത് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, പങ്കാളികൾക്കിടയിൽ കടുത്ത രോക്ഷവും സങ്കടവും കെട്ടിപ്പടുക്കാനും കാരണമാകുന്നു. ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുമ്പോഴും തങ്ങളുടെ വൈകാരിക ബന്ധങ്ങളെ സംരക്ഷിക്കാൻ പങ്കാളികൾ നിർബന്ധമായും ചില അതിർവരമ്പുകൾ നിശ്ചയിക്കേണ്ടതുണ്ട്. അതിലാദ്യത്തേതാണ് ഡിജിറ്റൽ ഫ്രീ സോണുകൾ ഉണ്ടാക്കുക എന്നത്. ഭക്ഷണം കഴിക്കുന്ന സമയത്തും കിടപ്പുമുറിയിലും മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണം. ഒരു ദിവസം കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്ന സമയം പങ്കാളികൾക്ക് പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള അന്തരീക്ഷമായി മാറണം. അതുപോലെ സ്ക്രീൻ ഉപയോഗത്തിൽ കൃത്യമായ ഇടവേളകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. രാവിലെ ഉണരുമ്പോഴുള്ള ആദ്യത്തെ അരമണിക്കൂറും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ടു മുമ്പുള്ള അരമണിക്കൂറും സ്ക്രീനിൽ നോക്കാതെ പങ്കാളിയുടെ വിശേഷങ്ങൾ അറിയാനും സംഭാഷണത്തിൽ ഏർപ്പെടാനും ശ്രദ്ധിക്കണം. ബന്ധങ്ങൾ കൂടുതൽ മനോഹരവും സുദൃഢവുമാകാൻ രണ്ടുപേരും തങ്ങളുടെ ഡിജിറ്റൽ ശീലങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. പങ്കാളികളിൽ ആരെങ്കിലും സ്മാർട്ട് ഫോണിന് അമിതമായി അടിമപ്പെടുന്നുവെങ്കിൽ അത് പരസ്പരം കുറ്റപ്പെടുത്താതെ സൗഹാർദ്ദപരമായി ചർച്ച ചെയ്യാനും ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും തയ്യാറാകണം. ടെക്നോളജിയെ ഒരു വില്ലനായി കാണാതെ ദമ്പതികൾക്ക് ഒന്നിച്ചിരുന്ന് കാണാവുന്ന നല്ല അനുഭവങ്ങളിലേക്കും അറിവുകളിലേക്കും അതിനെ തിരിച്ചുവിടാനും സാധിക്കും. മനുഷ്യബന്ധങ്ങളുടെ തുടർച്ചയ്ക്ക് വൈകാരികമായ സന്നിഗ്ധതയും ശ്രദ്ധയും പരസ്പര ബഹുമാനവും കൂടിയേ തീരൂ. ഡിജിറ്റൽ സ്ക്രീനുകളിലെ മായാ കാഴ്ചകളിൽ നഷ്ടപ്പെട്ടു പോകാതെ ജീവനുള്ള മനുഷ്യരുടെ സ്നേഹത്തിന് പ്രാധാന്യം നൽകുമ്പോൾ മാത്രമേ ഏതൊരു ബന്ധവും ആഴമുള്ളതും ശാശ്വതമാവുകയുമുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.